ബാർസലോണ അടുത്ത സീസണിന് വേണ്ടിയിട്ട് 2 സൈനിങ്ങളാണ് നിലവിൽ പൂർത്തിയാക്കിയിട്ടുള്ളത്. ഒന്ന് ന്യൂകാസിൽ നിന്നും ആന്റണി ഗോർഡനെ 80 മില്യൺ ടീമിലെത്തിച്ചിരിക്കുകയാണ്. അതോടൊപ്പം ഡോട്ട്മുണ്ടിൽ നിന്നും കരീം അദിയാമിയെ 22 മില്യണാണ് ബാർസലോണ സൈൻ ചെയ്തിരിക്കുന്നത്. രണ്ടുപേരും യങ് താരങ്ങളാണ്. അതോടൊപ്പം 5 വർഷത്തെ കോൺട്രാക്റ്റിലാണ് കരാറാണ് അവർക്ക് മുമ്പിൽ ബാർസലോണ നൽകിയിരിക്കുന്നത്. എന്നാൽ മറുഭാഗത്തുള്ള റയൽ മാഡ്രിഡ് ബെർണാഡോ സിൽവ, കൊണാട്ടെ, ഡംഫ്രിസ്, മാർക്കോ കുറയ, ഇപ്പോൾ ഇതാ ഐവറി കോസ്റ്റ് താരമായ വെറും 19 വയസ്സ് മാത്രം പ്രായമുള്ള യാൻ ഡയമണ്ടേ വരെ റയൽ മാഡ്രിഡ് ടീമിലെത്തിച്ചിരിക്കുകയാണ്. എന്നാൽ ബാർസലോണ ഭാഗത്ത് നമ്മൾ അത്തരമൊരു ട്രാൻസ്ഫർ ന്യൂസുകളോ അപ്ഡേറ്റുകളോ വാർത്തകളോ ഒന്നും നമ്മൾ കേൾക്കുന്നില്ല. ഈ 2 സൈനികൾ കൊണ്ട് ബാർസലോണ ശരിക്കും തൃപ്തരാണോ? ഇതിനു മുമ്പ് നമ്മൾ അൽവാരസുമായിട്ട് ബന്ധപ്പെട്ട ടോക്കുകളൊക്കെ ഒരുപാട് ഉയർന്നു വന്നിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. പക്ഷേ അതിന് നടക്കാൻ വളരെ സാധ്യത കുറവാണ്. അതോടൊപ്പം ഡാർവിൻ ന്യൂനസിനെ ഒരു സെക്കൻഡ് ഓപ്ഷൻ ആയിട്ട് ഡാർവിൻ ന്യൂനസിനെ പരിഗണിക്കുന്നുണ്ട് എന്നൊരു വാർത്ത പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെയൊക്കെ മുന്നോട്ടുള്ള പുരോഗതി എന്താന്ന് പോലും ഇപ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യമല്ല. ഇനി ലാമാസിയ താരങ്ങളെ വെച്ചാണോ അടുത്ത സീസണ് ബാർസലോണ വരവേൽക്കാൻ പോകുന്നത്? ശരിയാണ്, സ്പെയിന് ഈ വേൾഡ് കപ്പ് അടിക്കുമ്പോൾ അതിൽ അധികവും ബാർസലോണ താരങ്ങളായിരുന്നു. എസ്പെഷ്യലി ലാമാസിയിൽ നിന്നുള്ള താരങ്ങളായിരുന്നു 2026 സ്പെയിൻ വേൾഡ് കപ്പ് അടിക്കുമ്പോൾ ആ സ്ക്വാഡിൽ ഉണ്ടായിരുന്നു. പക്ഷേ അതും വെച്ചിട്ട് ഇപ്പോൾ റയൽ മാഡ്രിഡ് നടത്തുന്ന ഈ വണ്ടർ സൈനിങ്ങൾക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ, ലാലിഗയിൽ പിടിച്ചു നിൽക്കാൻ ബാർസലോണക്ക് സാധിക്കുമോ? കഴിഞ്ഞ സീസൺ ലാലിഗ വിജയിച്ച അതേ സ്ക്വാഡ് ഇപ്പോഴും ബാർസലോണക്കുണ്ട്. 2-3 താരങ്ങളെ മാറ്റി നിർത്തിയാൽ അതിൽ എസ്പെഷ്യലി നമ്മൾ എടുത്തു പറയേണ്ട ഒരു താരമാണ് റോബർട്ട് ലെവൻഡോസ്കിയുടേത്. ബാർസലോണയുടെ നമ്പർ 9 ആയിട്ട് ഒരു പ്രോപ്പർ സ്ട്രൈക്കറായിട്ട് കളിക്കുന്ന ഒരു താരമായിരുന്നു റോബർട്ട് ലെവൻഡോസ്കി. അദ്ദേഹം ഇപ്പോൾ ടീമിനോടൊപ്പമില്ല, അദ്ദേഹം പടിയിറങ്ങിയിരിക്കുകയാണ്. അദ്ദേഹത്തിനെ റീപ്ലേസ് ചെയ്യൽ ബാർസലോണയെ സംബന്ധിച്ച് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ശരിയാണ്, ഫെറാൻ ടോറസ് സ്പെയിൻ്റെ ഫൈനൽ അടക്കം ഗോൾ അടിച്ച ഫെറാൻ ടോറസ് ഉണ്ടെങ്കിൽ കൂടി ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്ട്രൈക്കറെ ബാർസലോണക്ക് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതോടൊപ്പം വലിയൊരു പ്രശ്നം നേരിടുന്ന ഒരു ഡിപ്പാർട്ട്മെന്റാണ് ബാർസലോണയുടെ ഡിഫൻസ് എന്ന് പറയുന്നത്. ഇന്നിപ്പോൾ പാവോ കുബാർസിക്കൊപ്പം കമ്പൈൻ ചെയ്ത് കളിക്കാൻ പറ്റുന്ന മറ്റേത് താരമാണ് ഇന്നിപ്പോൾ ബാർസലോണയുള്ളത്? നമ്മൾ കഴിഞ്ഞ സീസൺ ലാലിഗ അവസാന മത്സരത്തോടെ അടുക്കുമ്പോൾ നമ്മൾ ആ സ്കോഡ് നോക്കിയാൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. എറിക് ഗാർഷ്യയും ഗ്രാഡ് മാർട്ടിനുമായിരുന്നു ആ അവസാന സമയത്ത് ബാർസലോണയുടെ ആ ഡിഫൻസ് കൈകാര്യം ചെയ്തിരുന്നത്. ഇവർ രണ്ടുപേരും ഒരു പ്രോപ്പർ സെന്റർ ബാക്ക് പൊസിഷൻ കൈകാര്യം ചെയ്യുന്ന താരങ്ങളല്ല എങ്കിൽ കൂടി അവരിലായിരുന്നു ഹാൻസി ഫ്ലിക്ക് ആ ദൗത്യം ഏൽപ്പിച്ചിരുന്നത്. അപ്പോൾ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു സെന്റർ ബാക്കിനെ ബാർസലോണ സൈൻ ചെയ്യൽ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്കറിയാം, പാവോ കുബാർസി ഇപ്പോൾ വേൾഡ് കപ്പിലെ ബെസ്റ്റ് യങ് പ്ലെയർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട താരമാണ്. അതോടൊപ്പം തന്നെ ഒരു ഗോൾ മാത്രമാണ് ഈ വേൾഡ് കപ്പിൽ കൺസീഡ് ചെയ്തിട്ടുള്ളതും. അപ്പോൾ ഒരു എക്സ്പീരിയൻസ് ആയ ഒരു താരത്തിനും കൂടി ആ ഒരു ഡിഫൻസിൽ ലഭിക്കുകയാണെങ്കിൽ പാവോ കുബാർസിക്കൊപ്പം കൃത്യമായിട്ട് കമ്പൈൻ ചെയ്ത് കളിക്കാൻ സാധിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2 പ്രധാനപ്പെട്ട പൊസിഷനിലും ഇത്രയും വലിയ പ്രശ്നങ്ങൾ നേരിച്ചു കൊണ്ടിരിക്കെ അതിനെ ഒന്ന് കവറപ്പ് ചെയ്യുന്ന രീതിയിൽ സൈനിങ്ങളോ ട്രാൻസ്ഫറുകളോ ഒന്നും ബാർസലോണയുടെ ഭാഗത്ത് നമ്മൾ കേൾക്കുന്നില്ല എന്നതാണ്. അതോടൊപ്പം തന്നെ മാർക്കസ് റാഷ്ഫോർഡ് അദ്ദേഹത്തിന്റെ ലോൺ കാലാവധി കഴിഞ്ഞുകൊണ്ട് മാൻ യുണൈറ്റഡിലേക്ക് തന്നെ തിരിച്ചു പോയിട്ടുണ്ട്. പക്ഷേ എങ്കിൽ കൂടി ആ ഒരു ലെഫ്റ്റ് വിങ്ങിനെ കേന്ദ്രീകരിച്ച് കളിക്കുന്ന 2 താരങ്ങളെയാണ് ഇന്നിപ്പോൾ ബാർസലോണ സൈൻ ചെയ്തിരിക്കുന്നത്, അദിയാമി ആൻഡ് ആന്റണി ഗോർഡൻ. ഇനി ബാർസലോണ സൈൻ ചെയ്ത ആ 2 താരങ്ങളെ കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിലോ, ആദ്യമായിട്ട് ആന്റണി ഗോർഡൻ. അദ്ദേഹം ഇപ്പോൾ 4 സീസൺ ആയിട്ട് ന്യൂകാസിലിന് വേണ്ടിയാണ് പന്ത് തട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവസാനം അറ്റ്ലാസ് കളിച്ച 2025-26 സീസണിൽ 17 ഗോളുകളും 5 അസിസ്റ്റും ന്യൂകാസിലിന് വേണ്ടി അദ്ദേഹം നേടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ വേൾഡ് കപ്പിൽ അദ്ദേഹം ഒരു അത്യാവശ്യം മികച്ചൊരു പ്രകടനം തന്നെയാണ് ഇംഗ്ലണ്ടിനോടൊപ്പവും അദ്ദേഹം കാഴ്ചവെച്ചിട്ടുള്ളത്. അപ്പോൾ 80 മില്യൺ എന്ന വലിയ തുകക്ക് അദ്ദേഹം ഒരു വർത്തായിട്ടുള്ള ഒരു താരമാണെന്നേ പറയാൻ പറ്റുകയുള്ളൂ. അതോടൊപ്പം തന്നെ മറ്റൊരു താരമാണ് ജർമ്മനിക്കാരനായ കരീം അദിയാമി എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു യങ് താരമാണ്. രണ്ടുപേരും യങ് താരമാണ്. ഈ 24 25 വയസ്സുള്ള 2 താരങ്ങളാണ്. കരീം അദിയാമിയെ സംബന്ധിച്ച് ഡോട്ട്മുണ്ടിലും ഒരു തരക്കേടില്ലാത്ത ഒരു സീസണാണ്. അദ്ദേഹം 10 ഗോളുകളൊക്കെ നേടി തരക്കേടില്ലാത്ത ഒരു സീസണാണ് നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതേപോലെ സ്പീഡി താരമാണ്. അതോടൊപ്പം നല്ല കൗണ്ടറുകളെ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു താരമാണ് കരീം അദിയാമി എന്ന് പറയുന്നത്. ജർമ്മനിക്കാരനാണ്. 24 വയസ്സ് മാത്രം പ്രായമുള്ള താരമാണ്. അതുകൊണ്ട് തന്നെ ബാർസലോണയെ സംബന്ധിച്ച് 5 വർഷത്തെ കോൺട്രാക്ട് 2 പേർക്കും നൽകിയതിനെ സംബന്ധിച്ച് വലിയൊരു ഭാവിയിലേക്ക്, ഫ്യൂച്ചറിലേക്ക് കൂടി ഇമ്പാക്ട് കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു രണ്ട് സൈനിങ്ങളാണ് ബാർസലോണ ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. ഇനി സീസൺ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു വലിയൊരു സർപ്രൈസിങ് എൻട്രി ഒക്കെ ബാർസലോണയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമോ എന്നൊക്കെ നമ്മൾ നോക്കി കാണേണ്ടതുണ്ട്.